മാർക്കറ്റിൽ ഒരു സ്കാം നടക്കുന്നുണ്ട്. ഒരു കമ്പനി അതിലോട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയും അവർക്ക് 1 lakhോ 2 lakhോ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഈ കമ്പനിയെക്കുറിച്ച് നിരന്തരം പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യുവാനായിട്ട് പറയും. ഈ സമയം കൊണ്ട് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സും അഗ്രിഗേറ്റേഴ്സും ഇതിൽ നിരന്തരം പൊസിഷൻസ് ആഡ് ചെയ്യുകയും ഫണ്ട് പമ്പ് ചെയ്യുവാനായിട്ട് തുടങ്ങും. അതിന്റെ ഫലമായിട്ട് ഈ കമ്പനിയുടെ നിലവിലുള്ള പ്രൈസിൽ നിന്നും ഒരുപാട് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. പ്രൈസ് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് പോയിന്റിലോട്ട് എത്താനാകുന്നതോടൊപ്പം ഈ ഇൻഫ്ലുവൻസർ നിരന്തരം ഈ കമ്പനിയെക്കുറിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ വീഡിയോ കണ്ട് അട്രാക്റ്റ് ആവുന്ന റീറ്റെയിൽ ട്രേഡേഴ്സ് ഈ ഉയർന്ന പ്രൈസിൽ അവരുടെ പൊസിഷൻസ് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതോടൊപ്പം ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആൻഡ് അഗ്രിഗേറ്റേഴ്സ് ഇവർ എന്ത് ചെയ്യും, അവരുടെ പൊസിഷൻസ് കുത്തനെ വിൽക്കുവാനായിട്ട് തുടങ്ങും, അതായത് സെല്ല് ചെയ്യുവാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ ഉയർന്ന പ്രൈസിൽ ഈ മാക്സിമം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഇവർ എന്ത് ചെയ്യും, അവരുടെ പൊസിഷൻസ് ക്ലിയർ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു ഹ്യൂജ് ഫോൾ സംഭവിക്കുകയും റീറ്റെയിൽ ട്രേഡേഴ്സിന് അതൊരു ട്രാപ്പായി മാറുകയും ചെയ്യും. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസർ തന്നെ നമ്മൾ ഇതിലോട്ട് ചെന്ന് എത്തിക്കാം. ഇതിന് ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് വളരെ വ്യക്തമായി പഠിച്ച് സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് സ്വന്തം ഡിസിഷനിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക.